ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു അടിപൊളി പിസയുടെ റെസിപ്പി ആയിട്ടാണ്. ബ്രെഡ് പിസ്സ എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ. വെറും 10 മിനിറ്റിൽ തന്നെ നമുക്ക് ഈ പിസ്സ റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ കുറഞ്ഞ ചേരുവകൾ മതി, അതും നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മതി കേട്ടോ. അപ്പോൾ ബ്രെഡ് പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ബ്രെഡാണ് എടുത്തത്, അതുകൊണ്ട് തന്നെ 8 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ സാധാരണ പിസ്സയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡോ ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ബേസ് ഉണ്ടാക്കിയെടുക്കാറ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ടൈം എടുക്കൂല. എനിക്ക് പിസ്സ ഉണ്ടാക്കുന്ന കാര്യത്തിൽ പ്രത്യേകമുള്ളൊരു മടി എന്ന് പറയുന്നത് അതിൻ്റെ ബേസ് ഉണ്ടാക്കാനാണ്. പക്ഷേ ബ്രെഡ് പിസ്സ ഉണ്ടാക്കാൻ പിന്നെ ആ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല. ബ്രെഡും മുട്ടയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പിസ്സയേക്കാൾ ടേസ്റ്റാണ് ഇങ്ങനെ പിസ്സ ഉണ്ടാക്കിയെടുത്താൽ. അപ്പോൾ ബ്രെഡൊക്കെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്കൊരു ബൗളിലൊക്കെ ഇട്ട് കൊടുക്കാം. എല്ലാ ബ്രെഡും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, 8 ബ്രെഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് 3 മുട്ടയാണ്. അപ്പോൾ മുട്ട ഞാനൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ കാച്ചാത്ത തണുത്ത പാലാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ മുട്ട ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ, അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മുട്ട മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ബ്രെഡ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണ്ട കേട്ടോ. ബ്രെഡിൻ്റെ ഒരു ടെക്സ്ചർ മാറാതെ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്യാൻ. ചെറുതായിട്ടൊക്കെ ഒന്ന് ഉടഞ്ഞിട്ടിയാലും കുഴപ്പമില്ല, അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ബ്രെഡും മുട്ടയും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പിസ്സയുടെ ബേസ്. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത് കേട്ടോ, ബട്ടർ ആണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മുടെ ഈ ബ്രെഡ് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഈ പാനിൻ്റെ സൈസിലൊന്ന് സ്പ്രെഡാക്കി എടുത്താൽ മതി. റൗണ്ട് ഷേപ്പിലൊന്ന് പരത്തിയെടുക്കുക. നല്ല റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുത്താൽ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ പിസ്സയൊക്കെ ആവുമ്പോൾ. ഇനി നമുക്കിത് വേവിക്കണം. അപ്പോൾ അതിന് വേണ്ടി അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 6 മിനിറ്റൊക്കെ ഒന്ന് കുക്ക് ചെയ്താൽ മതിയാകും. ഇപ്പോൾ 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കണം. അല്ലാതെ നമ്മൾ തവി വെച്ചിട്ടൊക്കെ മറിച്ചിട്ട് കൊടുത്താൽ ചിലപ്പോൾ ഉടഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വശം കുക്കായിട്ടുണ്ട്. ഇനി ഈ പാനിലോട്ട് വീണ്ടും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മറ്റേ വശം കൂടി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അല്ലാതെ പിസ്സ സോസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യാം. നമ്മളിപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് എടുത്തത്. അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ടൊമാറ്റോ സോസൊക്കെ കൂടുതൽ എടുക്കണം കേട്ടോ, അപ്പോഴാണ് ഈ പിസ്സ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ചില്ലി സോസും ചേർക്കുന്നുണ്ട് കേട്ടോ, റെഡ് ചില്ലി സോസ്. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഒന്ന് പരത്തി സ്പ്രെഡാക്കി എടുക്കുക. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ചെറുതായി കട്ട് ചെയ്ത സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് മതി കേട്ടോ, വെജൊക്കെ അതെല്ലാം കൂടുതലൊന്നും വേണ്ട. പിന്നെ അതുപോലെ ഒരു തക്കാളിയുടെ പകുതി അതിൻ്റെ പൾപ്പൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസായി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു ക്യാപ്സിക്കത്തിൻ്റെ ചെറിയൊരു ഭാഗം പീസാണ് എടുത്തത്, അത് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഒക്കെ 2 ടേബിൾ സ്പൂണോളം എടുത്താൽ മതി. പിന്നെ വേണ്ടത് മൊസറല്ല ചീസാണ്. ഞാനിപ്പോൾ 100 ഗ്രാം മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തതാണ് എടുത്തത്. ചീസ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ചീസും ടൊമാറ്റോ സോസൊക്കെ കുറച്ച് കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിസ്സ. ഞാനിപ്പോൾ 100 ഗ്രാം എടുത്തിട്ടുള്ളൂ, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 200 ഗ്രാം വരെ എടുക്കാം. അപ്പോൾ ചീസും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല സ്പൈസി ആയിട്ടാണ് കേട്ടോ ഈ പിസ്സ ഉണ്ടാക്കുന്നത്, അപ്പോഴാണ് കഴിക്കാൻ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒറിഗാനോ ഉണ്ടോയെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ ഒറിഗാനോ കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഈ ചീസ് മെൽറ്റ് ആവുന്നത് വരെ കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ചീസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒറിഗാനോ ഇട്ട് കൊടുക്കാൻ വിട്ടു പോയതുകൊണ്ട് പിന്നെയാണ് കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പിസ്സ കട്ടർ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചൂടോട് കൂടി കഴിക്കണം കേട്ടോ പിസ്സയൊക്കെ ആകുമ്പോൾ, അപ്പോഴാണ് ആ ചീസൊക്കെ മെൽറ്റായ ഒരു ടേസ്റ്റ് കിട്ടുക. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റി ആയിട്ട് കിട്ടില്ല. അപ്പോൾ കണ്ടോ നമ്മുടെ പിസ്സ ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. 10 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പിസ്സയാണ്. ഡോ ഒന്നും ഉണ്ടാക്കേണ്ട, ബേസ് ഉണ്ടാക്കിയെടുക്കേണ്ട. മുട്ടയും ബ്രെഡും കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ബേസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല സ്പൈസി ആയിട്ടുള്ള പിസ്സയാണ്. കുട്ടികൾ പിസ്സ വേണമെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ പിസ്സയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you.